ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പോസ്റ്റിലേക്കുള്ള എക്സാമിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പോസ്റ്റിലേക്കുള്ള എക്സാമിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ നമ്പർ ഓഫ് വേക്കൻസീസും നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. എക്സാം നടക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. PSCയുടെ കലണ്ടർ പ്രകാരം എക്സാം നടക്കാൻ പോകുന്നത് 18/2/2025 അതായത് 2025 ഫെബ്രുവരി 18 എക്സാം നടക്കാൻ പോകുന്നത്. എക്സാമിൻ്റെ അഡ്മിഷൻ ടിക്കറ്റ് നിങ്ങൾക്ക് 4/2/2025 അതായത് ഫെബ്രുവരി 4 മുതൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് തുടങ്ങാം. എക്സാമിന് കൺഫർമേഷൻ കൊടുക്കാനുള്ള ടൈം ഇപ്പോഴാണ്, അതായത് 23/11 നവംബർ 11 മുതൽ ഡിസംബർ 12 വരെ നവംബർ 23 മുതൽ ഡിസംബർ 12 വരെ എക്സാമിന് കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ്സ് ഉണ്ട്. എക്സാം നടക്കാൻ പോകുന്നത് ഓൺലൈൻ എക്സാം ആയിട്ടാണോ OMR എക്സാം ആയിട്ടാണോ എന്നുള്ളത് പറഞ്ഞിട്ടില്ല. മിക്കവാറും OMR എക്സാം ആയിട്ടായിരിക്കും. കാരണം നമ്പർ ഓഫ് വേക്കൻസീസ് എന്ന് പറയുന്നത് കൂടുതലാണ്. 38,270 പേര് എക്സാമിന് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എക്സാമിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1 hour 30 minutes ആണ്. ഇനി ഇതിൽ ട്വിസ്റ്റ് കിടക്കുന്ന എക്സാമിൻ്റെ സിലബസിലാണ്. നമുക്ക് എക്സാമിൻ്റെ സിലബസ് ഒന്ന് നോക്കാം. പ്രീവിയസ് സിലബസിൽ നിന്ന് അടിമുടി മാറ്റിയിട്ടാണ് പുതിയ സിലബസ് ഇട്ടിരിക്കുന്നത്. മൊത്തം സിലബസിനെ 3 പാർട്ടുകളായി തിരിച്ചിട്ടുണ്ട്. അതിൽ പാർട്ട് 1 നിങ്ങൾക്ക് ഇവിടെ കാണാം, എഞ്ചിനീയറിംഗ് മാത്തമെറ്റിക്സ് ആണ്. എഞ്ചിനീയറിംഗ് മാത്തമെറ്റിക്സ് നിന്ന് 40 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ എഞ്ചിനീയറിംഗ് മാത്തമെറ്റിക്സിന് തന്നെ മൊത്തമായിട്ട് 5 മൊഡ്യൂളുകളാക്കിയിട്ട് ഇവർ തിരിച്ചിട്ടുണ്ട്. മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3, മൊഡ്യൂൾ 4 ആൻഡ് മൊഡ്യൂൾ 5. മൊഡ്യൂൾ 1 നിന്ന് 8 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ മൊഡ്യൂൾ 1 മെയിനായിട്ട് വരുന്നത് ലീനിയർ ആൾജിബ്രയാണ്. ലീനിയർ ആൾജിബ്ര എന്ന് പറയുന്നത് നമ്മുടെ മാട്രിക്സും കാര്യങ്ങളുമാണ് മൊഡ്യൂൾ 1 വരുന്നത്. ഓക്കെ, ഇനി മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് 12 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് കുറച്ച് വലിയ മൊഡ്യൂളാണ്. അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കാൽക്കുലസ് ആണ്. ഓക്കെ, കാൽക്കുലസിലെ എല്ലാ ടോപ്പിക്സും അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 12 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് മൊഡ്യൂൾ 2 എന്നുണ്ടാവുക. പിന്നെ വരുന്നത് മൊഡ്യൂൾ 3 ആണ്. മൊഡ്യൂൾ 3 നിന്ന് 4 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ചെറിയ വെയിറ്റേജേ ഉള്ളൂ. മൊഡ്യൂൾ 3 മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഓക്കെ, അതാണ് മൊഡ്യൂൾ 3. പിന്നെ മൊഡ്യൂൾ 4ഉം മൊഡ്യൂൾ 5ഉം വരുന്നത്. മൊഡ്യൂൾ 4 എന്ന് പറയുന്നത് അത്യാവശ്യം വലിയ മൊഡ്യൂളാണ്. ഓക്കെ, 12 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. മെയിനായിട്ട് മൊഡ്യൂൾ 4 കവർ ചെയ്യുന്നത് പ്രോബബിലിറ്റിയാണ്. ഓക്കെ, മൊഡ്യൂൾ 4 കവർ ചെയ്യുന്നതെന്ന് പറയുന്നത് പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിറ്റിക്സ് ആണ്. ഓക്കെ, അതിൻ്റെ അകത്ത് വരുന്ന മെയിൻ ബേസിക് ആയിട്ടുള്ള മീന്, മീഡിയൻ, ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടുന്ന് മുതൽ ഡിഫറെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻസ് അടക്കം, പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ, എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്. പിന്നെ റാൻഡം വേരിയബിൾസ് ആൻഡ് സെൻട്രൽ ലിമിറ്റ് തിയറം, ഈ കാര്യങ്ങളൊക്കെ മൊഡ്യൂൾ 4 ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മൊഡ്യൂൾ 5 വരുന്നത് 4 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ്. അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് ന്യൂമറിക്കൽ മെത്തേഡ്സ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മാത്തമെറ്റിക്സ് എന്ന് പറയുന്ന 40 മാർക്കിൻ്റെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ലീനിയർ ആൾജിബ്ര, കാൽക്കുലസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ, പ്രോബബിലിറ്റി ആൻഡ് ന്യൂമറിക്കൽ മെത്തേഡ്സ്. ഇത്രയാണ് പാർട്ട് 1 എന്ന് പറയുന്നത്. പാർട്ട് 2 എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ഫിസിക്സ് ആണ്. എഞ്ചിനീയറിംഗ് ഫിസിക്സ് നിന്ന് 30 മാർക്കിനുള്ള വെയിറ്റേജ് ആണ് കൊടുത്തിരിക്കുന്നത്. പാർട്ട് 2നെ 3 മൊഡ്യൂളുകളാക്കി തിരിച്ചിട്ടുണ്ട്. അതിൽ മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് 10 മാർക്കിൻ്റെ വെയിറ്റേജ് ഉള്ള മൊഡ്യൂളാണ്. അതിൽ വരുന്നത് അപ്ലൈഡ് ഒപ്റ്റിക്സ് ആണ്. ഒപ്റ്റിക്സിൽ വരുന്നത് ലേസേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻസ്, ഫൈബർ ഒപ്റ്റിക്സ് ആൻഡ് ഫോട്ടോണിക്സ്, ഈ 3 കാര്യങ്ങളാണ് അപ്ലൈഡ് ഒപ്റ്റിക്സിൽ വരുന്നത്. മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് 10 മാർക്കിനുള്ള വെയിറ്റേജ് ആണ് കൊടുത്തിരിക്കുന്നത്. മൊഡ്യൂൾ 2 മെയിനായിട്ട് വരുന്നത് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് ആണ്. ഓക്കെ, അതിൽ സെമി കണ്ടക്ടേഴ്സ് ആൻഡ് സൂപ്പർ കണ്ടക്ടേഴ്സ്, ഇത് രണ്ടുമാണ് മെയിൻ ടോപ്പിക്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ബാക്കി ടോപ്പിക്സ് നിങ്ങളൊന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കുക. അതിൽ ഒരു മൊഡ്യൂളും കൂടിയാണ് പാർട്ട് 2 ആ മൊഡ്യൂൾ എന്ന് പറയുന്നത് അക്വാസ്റ്റിക്സ് ആണ്. അക്വാസ്റ്റിക്സ് നിന്ന് 10 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, അതിൽ വരുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് അക്വാസ്റ്റിക്സ്, പിന്നെ അക്വാസ്റ്റിക് അബ്സോർപ്ഷൻ, അൾട്രാസോണിക്, ഈ 3 ടോപ്പിക്സ് ആണ് മെയിനായിട്ട് മൊഡ്യൂൾ 3 എന്നുള്ളത്. ഓക്കെ, അത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് പാർട്ടിലേക്ക് പോവാണ്, പാർട്ട് 3. പാർട്ട് 3 എന്ന് പറയുന്നത് മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത് എഞ്ചിനീയറിംഗ് കെമിസ്ട്രി എന്ന് പറയുന്ന ടൈറ്റിലാണ്. അതിൽ നിന്ന് 30 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പാർട്ട് 3നെയും ഈ പറയുന്ന പോലെ തന്നെ 3 മൊഡ്യൂളുകളാക്കി തിരിച്ചിട്ടുണ്ട്. അതിൽ മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് കെമിസ്ട്രി ഓഫ് മെറ്റീരിയൽസ്. അതിൽ വരുന്നത് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ മെയിനായിട്ട് വരുന്നത് നാനോ മെറ്റീരിയൽ, ഗ്ലാസ്, സിമൻറ്റ്, പോളിമേഴ്സ് തുടങ്ങിയ കാര്യങ്ങളാണ്. പിന്നെ സ്പെഷ്യാലിറ്റി ഓഫ് പോളിമേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ വരുന്ന മൊഡ്യൂൾ 2 ആണ്. മൊഡ്യൂൾ 2 വരുന്നത് ഇൻസ്ട്രുമെൻ്റൽ മെത്തേഡ്സ് ഓഫ് അനാലിസിസ്, 10 മാർക്കിനുള്ള വെയിറ്റേജ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ വരുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. തെർമൽ അനാലിസിസ്, ക്രോമാറ്റോഗ്രാഫി, സ്കാനിങ്, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി, സ്പെക്ട്രോസ്കോപ്പി തുടങ്ങിയ കാര്യങ്ങളൊക്കെ മൊഡ്യൂൾ 2 വരുന്നത്, അതായത് ഇൻസ്ട്രുമെൻ്റൽ മെത്തേഡ്സ് ഓഫ് അനാലിസിസ്. നെക്സ്റ്റ് ലാസ്റ്റ് മൊഡ്യൂൾ വരുന്നത് മൊഡ്യൂൾ 3 എന്ന് പറയുന്ന മൊഡ്യൂളിൽ വരുന്നത് എൻവയോൺമെൻ്റ് ആണ്. 10 മാർക്കിനുള്ള വെയിറ്റേജ് ആണ് കൊടുത്തിരിക്കുന്നത്. 2 മെയിൻ ടോപ്പിക്സ് ആണുള്ളത്, ഒന്ന് എയർ പൊല്യൂഷൻ, പിന്നൊന്ന് വാട്ടർ പൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് മൊഡ്യൂൾ 3 ഉണ്ടാവുക. ഇങ്ങനെയാണ് സിലബസിനെ മൊത്തത്തിലായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ അവസാനം ഒരു ഡിസ്ക്ലെയിമർ അവർ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗങ്ങളിൽ നിന്നല്ലാതെ പുറത്തുള്ള ഭാഗങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക എന്നുള്ള ഡിസ്ക്ലെയിമർ അവർ കൊടുത്തിട്ടുണ്ട്.
ഓക്കെ. അപ്പോൾ ഈ മൊഡ്യൂൾസ് തന്നെ പഠിച്ച് തീർക്കാൻ ഒരു സമയമെടുക്കും. ആകെ നമുക്ക് നമ്മുടെ മുന്നിലുള്ളത് 3 മാസമാണുള്ളത്. അപ്പോൾ ഓരോ മാസം ഓരോ പാർട്ടുകളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഈ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസും വേക്കൻസീസും ഒക്കെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇതാണ് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നത്. ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോസ്റ്റിൻ്റെ പേര് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. 50,000 to 1 lakh വരെയുള്ള സ്കെയിൽ ഓഫ് പേ ഉണ്ട്. വേക്കൻസീസ് അപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ റിട്ടയർമെൻറ്റിനനുസരിച്ചും പുതിയ പോസ്റ്റ് ക്രിയേഷൻ അനുസരിച്ചൊക്കെയുള്ള വേക്കൻസീസ് ആയിരിക്കും വരാനുള്ളത്. പിന്നെ എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് 18 to 36. പിന്നെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ബ്രാഞ്ചിലുള്ള എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് അവർ ആവശ്യപ്പെടുന്നത്. ഇത്രയാണ് എക്സാംസിന് ഒരു ബേസിക് ഡീറ്റെയിൽസും സിലബസും. ഈ എക്സാംസിന് ഹെൽപ്ഫുൾ ആവുന്ന മാത്സിൻ്റെ ക്ലാസ്സുകൾ ഓൾറെഡി ചാനലിലുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം. ബാക്കിയുള്ള ക്ലാസ്സുകൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബാക്കി അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സും പുതിയ ക്ലാസ്സുകളുമായിട്ട് നെക്സ്റ്റ് സെഷനിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.